നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് ആഴ്ചകളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിദ്യാർത്ഥി രോഷത്തിന് മുന്നിൽ ഒടുവിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അടിയറവ് പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചതിന് പിന്നാലെ വൻ വിജയം വിളംബരം ചെയ്ത് സമരത്തിന് നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്തെത്തി. വിദ്യാർത്ഥി ശക്തി വാഴട്ടെ എന്ന മുദ്രാവാക്യങ്ങളോടെയാണ് CJP ഭാരവാഹികളും അണികളും ഈ ചരിത്ര വിജയത്തെ വരവേറ്റത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ പ്രതികരിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. പാർട്ടികളുടെ വിജയമെന്നായിരുന്നു ദീപ്കയുടെ ആദ്യ പ്രതികരണം. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ചിത്രത്തെ നോക്കി നിങ്ങൾക്ക് നീതി കിട്ടിയെന്ന് പറഞ്ഞ ദീപ്കെ കുട്ടികൾക്ക് ആദരാഞ്ജലി നേരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ജന്തർ മന്ദറിൽ ആഘോഷത്തോടെ വൈകാരികമായി പ്രതികരിച്ച വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ 35 ദിവസമായി നടത്തിവരുന്ന സമരത്തിനൊടുവിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. കേന്ദ്ര ഭരണകൂടത്തിന്റെ കടുംപിടുത്തങ്ങളെ തകർത്തെറിഞ്ഞ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ മോദി സർക്കാരിനെ മുട്ടുമടക്കേണ്ടി വന്നുവെന്ന് അവർ പ്രഖ്യാപിച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള 3ാം ഘട്ട നിർണായക ചർച്ചയ്ക്ക് തൊട്ടു മുമ്പാണ് ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജി പ്രഖ്യാപിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു സമരക്കാർ. ഇതോടെ വിദ്യാർത്ഥി രോഷം രാജ്യവ്യാപകമായി ആളിപ്പടരുമെന്ന് ഭയന്ന കേന്ദ്ര സർക്കാരിനെ ധർമ്മേന്ദ്ര പ്രധാനോട് രാജി എഴുതി വാങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലാതെ വരികയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജന്തർ മന്ദറിലെ സമരപന്തൽ ആവേശക്കടലായി മാറി. CJP പ്രവർത്തകരും പ്രക്ഷോഭകരായ വിദ്യാർത്ഥികളും കൈകോർത്ത് ആഹ്ലാദ നൃത്തം ചവിട്ടിയാണ് വിജയം ആഘോഷിച്ചത്. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ വൈകാരികമായ നിമിഷങ്ങൾക്കും ജന്തർ മന്ദർ സാക്ഷ്യം വഹിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മനം നൊന്ത് ജീവൻ ഒടുക്കേണ്ടി വന്ന നിരപരാധികളായ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ ദീപങ്ങൾ തെളിയിച്ചാണ് CJP നേതാക്കളും വിദ്യാർത്ഥികളും പ്രണാമം അർപ്പിച്ചത്. നീറ്റ് പരീക്ഷ ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച സമരം ദേശീയ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഒടുവിൽ സമരം ശക്തമായതോടെ കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായും അംഗീകരിക്കാൻ നിർബന്ധിതരായി. തങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും തർക്കരഹിതവുമായ ആവശ്യമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയെന്നും അത് നേടിയെടുക്കാൻ കഴിഞ്ഞത് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഉജ്ജ്വല വിജയമാണെന്നും CJP വ്യക്തമാക്കി. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ മുഴുവൻ കള്ളക്കേസുകളും തിരികെ പിൻവലിക്കുമെന്ന ഉറപ്പ് കേന്ദ്രം നൽകി. പരീക്ഷാ ചോർച്ചയെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തിൽ ജീവൻ ഒടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും സാമ്പത്തിക സഹായവും ലഭ്യമാക്കും. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഐക്യത്തോടെയുള്ള പോരാട്ടങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും CJP ഭാരവാഹികൾ വ്യക്തമാക്കി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായ അധ്യായമാണ് CJPയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രക്ഷോഭം എഴുതി ചേർത്തിരിക്കുന്നത്. ജന്തർ മന്ദറിലും ഡൽഹി തെരുവുകളിലും പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജും പെല്ലറ്റ് പ്രയോഗവും നേരിട്ടിട്ടും ഒരടി പോലും പിന്മാറാതെ പൊരുതിയ വിദ്യാർത്ഥി സമൂഹത്തിന് മുൻപിൽ ഭരണകൂടം പൂർണ്ണമായും തലകുനിക്കുകയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് നീറ്റ് ഉദ്യോഗാർത്ഥികൾ രക്ഷിതാക്കളും വലിയ ആശ്വാസത്തിലാണ്. തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സമരം ചെയ്ത യുവതലമുറ നേടിയെടുത്ത ഈ വിജയം വരും ദിവസങ്ങളിൽ രാജ്യത്തെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ നീറ്റ് UG വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു രാഷ്ട്രീയ അധ്യായത്തിനാണ് തിരശീല വീഴുന്നത്. എന്റെ യുവ സുഹൃത്തുക്കൾക്ക് എന്ന് സംബോധന ചെയ്തുകൊണ്ടുള്ള 2 പേജുള്ള രാജിക്കത്തിൽ പരീക്ഷാ പ്രതിസന്ധിയിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെയും പ്രധാൻ ന്യായീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി അറിയിച്ച അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഭാവി ദീർഘകാല രാഷ്ട്രീയ നിയമയുദ്ധങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്ന ഒറ്റ മുൻഗണന മുൻനിർത്തിയാണ് തന്റെ തീരുമാനമെന്നും വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എന്റെ യുവ സുഹൃത്തുക്കളെ, 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെയും ലക്ഷ്യങ്ങൾക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ശക്തവും ഉൾക്കൊള്ളുന്നതും ദൂരക്കാഴ്ചയുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശക്തമായ സമ്പ്രദായത്തിന്റെ അടിത്തറയെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളെയും വികാരങ്ങളെയും ന്യായമായ പ്രതീക്ഷകളെയും ഞാൻ ആഴത്തിൽ മാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക
എന്നത് നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിലെ ഒരു ധാർമ്മിക പ്രതിബദ്ധതയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ദൂരക്കാഴ്ചയുള്ള നേതൃത്വത്തിൽ രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ 2026 മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ വെളിച്ചത്തു വന്നു. വിഷയം ഉടൻ തന്നെ ഗൗരവത്തോടെ പരിഗണിച്ച ഭാരത സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറുകയും പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷയ്ക്കുള്ള തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ അടുത്ത വർഷം മുതൽ ഈ പരീക്ഷ CBT അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രീതിയിൽ നടത്താനും തീരുമാനിച്ചു. ഈ കാലയളവിലുടനീളം 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് തടസ്സമില്ലാതെ പരീക്ഷ നടത്തുക എന്നതായിരുന്നു നമ്മുടെ പ്രധാന മുൻഗണന. മുഴുവൻ സർക്കാരും ഒന്നിച്ചു നിൽക്കുന്ന സമീപനം സ്വീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരുകളും പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടങ്ങളും നിർണായക പങ്കുവഹിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ 2026 ജൂൺ 21 പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കി. ആദ്യ ദിവസം മുതൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത താൻ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയില്ല. പരീക്ഷാ മാഫിയ കാരണം കഴിവുള്ള ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി തകരില്ലെന്നും ഒരു വിദ്യാർത്ഥിക്കും അനീതി നേരിടേണ്ടി വരില്ലെന്നും താൻ ഉറപ്പിച്ചിരുന്നു. ജൂലൈ 16 പ്രസിദ്ധീകരിച്ച നീറ്റ് UG ഫലം തൃപ്തികരമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നുള്ള അനേകം മിടുക്കരായ വിദ്യാർത്ഥികൾ വിജയം കൈവരിച്ചു. എന്നിരുന്നാലും ഈ സമയത്തും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാനും ശ്രമിച്ചതും എന്നെ വളരെയധികം സങ്കടപ്പെടുത്തി. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയിൽ എനിക്ക് എപ്പോഴും അചഞ്ചലമായ വിശ്വാസമുണ്ട്. യുവാക്കളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു. അവർ ഇന്ത്യയുടെ ഭാവി മാത്രമല്ല, നവീകൃതവും വികസിതവുമായ ഇന്ത്യയുടെ വഴികാട്ടിയും നിർമ്മാതാക്കളും ശില്പികളുമാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലെ സംഭവങ്ങൾ എന്നെ ഏറെ വേദനിപ്പിച്ചു. ഇതെനിക്ക് വ്യക്തിപരമായ അന്തസ്സിന്റെ പ്രശ്നമല്ല. ഇന്ത്യയുടെ യുവശക്തിയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത്. രാജ്യത്തെ യുവാക്കളെ ആശയക്കുഴപ്പത്തിന്റെ വലയിൽ കുടുങ്ങാൻ അനുവദിക്കില്ല എന്നത് എന്റെ നിശ്ചയദാർഢ്യമാണ്. ജന്തർ മന്ദറിലെയും രാജ്യത്തുടനീളമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ ഇത് മുതലെടുക്കുന്നത് തടയുക, ദേശീയ ഐക്യം നിലനിർത്തുക, ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ പോലും ഭാവി നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങിപ്പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക, നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കരിയർ കെട്ടിപ്പടുക്കാനും സമയം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ ഞാൻ എൻ്റെ രാജി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശത്തിനും വിശ്വാസത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഒപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. രാജ്യത്തെ സേവിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന മുൻഗണന. ഈ ലക്ഷ്യത്തിനായി ഞാൻ എപ്പോഴും സമർപ്പിതനായിരിക്കും. ജഗന്നാഥ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭാരതാംബയുടെയും ഒഡീഷയിലെ ജനങ്ങളുടെയും രാജ്യത്തെ യുവാക്കളുടെയും പ്രതീക്ഷകൾ പൂർത്തീകരിക്കുന്നതിനായി വരും ദിനങ്ങളിലും സാധ്യമായ എല്ലാ രീതിയിലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത് തുടരും. വിശ്വസ്തയോടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു രാജിക്കത്ത് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്.